ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് റൈറ്റ്സിൽ നിന്നാണ്. അതായത് നവരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിൽ വരുന്ന ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൽ നിന്നാണ് കുറച്ച് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വന്നിരിക്കുന്നത് DGM സിവിൽ, അതുപോലെ DGM ട്രാൻസ്പോർട്ട് എക്കണോമിക്സ്, DGM സിവിൽ മറൈൻ സ്ട്രക്ചറൽ എക്സ്പെർട്ട്, അസിസ്റ്റന്റ് മാനേജർ സിവിൽ പ്ലാനിംഗ്, അസിസ്റ്റന്റ് മാനേജർ ഷീ എക്സ്പെർട്സ്, അസിസ്റ്റന്റ് മാനേജർ സിവിൽ ഹൈഡ്രോഗ്രാഫിക് സർവേവർ, അസിസ്റ്റന്റ് മാനേജർ സിവിൽ റെയിൽ അലൈൻമെന്റ് റിസൈൻ, അതുപോലെ അസിസ്റ്റന്റ് മാനേജർ സിവിൽ GS സ്പെഷ്യലിസ്റ്റ്, അസിസ്റ്റന്റ് മാനേജർ സിവിൽ BM മോഡൽ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ് ഇതിലേക്ക് പറ്റുന്നതെന്ന് ഓർത്തിരിക്കാം. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വിളിച്ചിരിക്കുന്ന DGM സിവിൽ BLT എക്സ്പെർട്ട് ആണ്. നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം സിവിൽ എഞ്ചിനീയറിംഗിൽ. 11 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. രണ്ടാമത് വിളിച്ചത് DGM ട്രാൻസ്പോർട്ട് എക്കണോമിക്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ BAർക്ക് ആർക്കിടെക്ചർ പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലാനിങ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. 4 വർഷത്തെ. അതോടൊപ്പം തന്നെ നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫിനാൻസ് ട്രാൻസ്പോർട്ട് എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ട് പ്ലാനിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് എക്കണോമിക്സ് ട്രാഫിക് എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ 11 വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ വേണമെന്ന് അവർ പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ DGM സിവിൽ മറൈൻ സ്ട്രക്ചർ എക്സ്പെർട്ടിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ മറൈൻ സ്ട്രക്ചർ ഓർ കോസ്റ്റ് എഞ്ചിനീയറിംഗ് ഓർ ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. സോ ഇതിന് എക്സ്പീരിയൻസ് 11 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ സിവിൽ പ്ലാനിങ്ങിലേക്കാണ്. ഫുൾ ടൈം ബാച്ചിലർ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം മതി ഇവിടെ. പിന്നീട് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ ഷീ എക്സ്പെർട്ടിലേക്കാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പറയുകയാണെങ്കിൽ ഫുൾ ടൈം ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്, ഏതെങ്കിലും എഞ്ചിനീയറിംഗ് പഠിച്ച് ഏതെങ്കിലും ബ്രാഞ്ച് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അല്ലെങ്കിൽ BA ഓർ BTech ഇൻ സേഫ്റ്റി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ അറ്റ്ലീസ്റ്റ് 2 years എങ്കിലും എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇൻ സേഫ്റ്റി വർക്കിൽ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ സിവിൽ ഹൈഡ്രോഗ്രാഫിക് സർവേവർ ആണ്. സോ ഇവിടെ വേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായി പഠിച്ച ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നീട് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ സിവിൽ റെയിൽ അലൈൻമെന്റ് ഡിസൈൻ ആണ്. അവിടെ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മാസ്റ്റർ ഡിഗ്രി ഇൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. സോ അപ്പോൾ ഏതൊക്കെയാണ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെ വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ സിവിൽ GS സ്പെഷ്യലിസ്റ്റ് ആണ്. ഇവിടെ വേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതോടൊപ്പം തന്നെ മാസ്റ്റർ ഡിഗ്രി ഇൻ റിമോട്ട് സെൻസിംഗ് അല്ലെങ്കിൽ ജിയോ ഇൻഫോർമാറ്റിക്സ് അല്ലെങ്കിൽ ഇക്വലന്റ് ആയിരിക്കണം. 2 years ആണ് എക്സ്പീരിയൻസ് പറയുന്നത്. പിന്നെ വിളിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ സിവിൽ BM മോഡലർ ആണ്. അവിടെ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിനാണ് ഡിഗ്രി വേണ്ടത്. 2 years ആണ് എക്സ്പീരിയൻസ് പറയുന്നത്. സോ അപ്പോൾ ഇതൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. അതോടൊപ്പം തന്നെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് സ്ക്രൂട്ടിനി ഉണ്ടായിരിക്കും. പിന്നീട് വരുന്നത് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇന്റർവ്യൂ ആയിരിക്കും. 3 ഘട്ടത്തിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സാം സാലറി എത്ര നോക്കും. എക്സാം സാലറി ഇവിടെ ജെന്യുവൻ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഏതൊക്കെയാണ്. 70,000 40,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നത്. സോ ഇനി എക്സാം ഫീസ് നോക്കുകയാണെങ്കിൽ ജനറൽ OBC കാൻഡിഡേറ്റ് 600 രൂപ പ്ലസ് ടാക്സസ് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ EWS SC ST PW കാൻഡിഡേറ്റ് 300 രൂപയാണെന്ന് പറയുന്നുണ്ട്. സോ ഇനി എക്സാം സെൻറ്റർ വരുവാണെങ്കിൽ ഡൽഹി, കൊൽക്കത്ത, ബംഗളൂരു, മുംബൈ, ഹൈദരാബാദ്, ഗുവാഹട്ടി എന്നിവയാണ് എക്സാം സെൻറ്റർ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ബ്രാഞ്ചിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് വായിച്ച് നോക്കുക. സോ അതോടൊപ്പം ഇവിടെ പറയുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 27/7/2025 ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് 27/6/2025. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.